ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളിലെ സെക്കൻഡ് ഒരു ടോപ്പിക്കാണ് ദ റിക്കവറി ട്രാൻസിയന്റ് ഇനിഷ്യേറ്റഡ് ബൈ ദ റിമൂവൽ ഓഫ് എ ഷോർട്ട് സർക്യൂട്ട്. അതായത് ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ ആ ഫോൾട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിക്കവറി ട്രാൻസിയന്റ് വോൾട്ടേജ് അവിടെ ഉണ്ടാകും. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടാണ് ഇത് ഇതിനകത്തൊരു ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, ഫോൾട്ട്. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കർ നമ്മുടെ ഫോൾട്ട് ക്ലിയറൻസിന് വേണ്ടി, ആ ഫോൾട്ട് ഉണ്ടാകുന്നത് ഷണ്ടായിട്ടാണ് ഫോൾട്ട് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റും. ദെൻ ഒരു ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, വോൾട്ടേജ് സോഴ്സ് വി ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് it is assumed that the load being fed through the circuit breaker is suddenly isolated by the occurrence of a fault and that the fault is a dead short circuit. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ വെച്ചിട്ടുള്ള ലോഡെന്ന് വെച്ചാൽ ലോഡാണ് നമ്മൾ ടെർമിനൽ പോയിൻറ്റ്സിൽ വെച്ചേക്കുന്നത്. ആ ലോഡെന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഫോൾട്ട് അക്യൂർ ചെയ്ത് കഴിയുമ്പോൾ ആ ലോഡിനെ ഫോൾട്ടിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യും? സർക്യൂട്ട് ബ്രേക്കർ ഐസൊലേറ്റ് ചെയ്യും. ആൻഡ് the L is all the inductance limiting the current to the point of fault. L ആണ് നമ്മുടെ ഫോൾട്ടിലോട്ട് പോകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് C is the natural capacitance of circuit adjacent to circuit breaker. C എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റൻസ് ആണ്. And it comprises capacitance to ground through bushings, current transformers, so forth. Perhaps the and the circuit resistance and other forms of losses will be neglected. അപ്പം നമ്മൾ ഇതിനകത്ത് സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസും ബാക്കി എന്താണ് ലോസസും കാര്യങ്ങളൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, വെൻ എ ഫോൾട്ട് അക്യൂർസ് ഓൺ ദ സിസ്റ്റം എ സബ്സ്റ്റാൻഷ്യൽ ഫോൾട്ട് കറണ്ട് യൂഷ്വലി ഫ്ലോസ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? ഒരു ഫോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. The parting of the circuit breaker contacts does not in itself interrupt the current for an arc will be established between the parting contacts through which the current will continue to flow. അപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സിൽ എന്ത് സംഭവിക്കും? ഈ നമ്മളെ ഈ ഫോൾട്ട് കാരണം ഐസൊലേറ്റ് ചെയ്യുന്ന ടൈമിൽ സർക്യൂട്ട് ബ്രേക്കർ ആണല്ലോ ട്രിപ്പ് ആവുന്നത്. സോ ആ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? കറണ്ട് പെട്ടെന്ന് സീറോ ആവില്ല. അതായത് ഫോൾട്ട് കറണ്ട് പെട്ടെന്ന് സീറോ ആവില്ല. ഫോൾട്ട് കറണ്ട് എന്ത് സംഭവിക്കും? ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്ട്സിൻ്റെ ഇടയിൽ ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യും. ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്ത് അതുവഴി എന്താണ്? ഫോൾട്ട് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മുടെ സക്സസ്ഫുള്ളായിട്ട് ഫോൾട്ട് കറക്ഷൻ അല്ലെങ്കിൽ ഫോൾട്ട് കറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ എക്സ്റ്റിങ്യൂഷൻ ഓഫ് ആർക്ക്. ഈ ആർക്ക് പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ നമ്മൾ ഫുള്ളി സക്സസ്ഫുള്ളായിട്ട് കൺട്രോൾഡ് ആയി എന്ന് പറയാൻ പറ്റും. ദെൻ എന്താണ് ഈ അനാലിസിസിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം വിൽ ബി മെഷർ ഫ്രം ദി ഇൻസ്റ്റൻറ്റ് ഓഫ് ഇൻറ്ററപ്ഷൻ വെൻ ഫോൾട്ട് കറണ്ട് ഹാസ് ജസ്റ്റ് കം ടു സീറോ. അപ്പോൾ ഫോൾട്ട് കറണ്ട്, അപ്പോൾ നമ്മൾ ടൈം എവിടെ നിന്നാണ് മെഷർ ചെയ്യുന്നത്? നമ്മുടെ ഫോൾട്ട് കറണ്ട് ഹാസ് ജസ്റ്റ് സീറോ ആവുന്ന ആ ടൈം വരെ ഉള്ളതാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സിൻസ് ദ സോഴ്സ് വോൾട്ടേജ് ഈസ് സിൻസോർഡലി വേരിയിങ് ക്വാണ്ടിറ്റി ആൻഡ് ഈസ് അറ്റ് ഇറ്റ്സ് പീക്ക് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആ സമയത്ത് എന്തായിരുന്നു? നമ്മുടെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഒരു സിൻസോഡൽ സിഗ്നലാണ്. ആ സിൻസോഡൽ സിഗ്നലാണ് നമ്മുടെ VM cos ωt എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടൈമിലെന്ന് പറയുന്നത് ഫോൾട്ടി ടൈം, അതായത് ഫോൾട്ട് കറണ്ട് സീറോ ആവുന്ന ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും? ഈസ് അറ്റ് ദ പീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇപ്പം ഈ സർക്യൂട്ടിൽ എന്താണ്? ഇൻഡക്റ്റൻസ് എല്ലാം ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ദെൻ സോഴ്സ് വോൾട്ടേജ് V is equal to VM cos ωt എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സർക്യൂട്ട് ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? ഫസ്റ്റ് ഇൻഡക്റ്റൻസിൻ്റെ കേസ്, ഇൻഡക്റ്റൻസിൽ പോകുന്ന വോൾട്ടേജ് എന്നാണ് L/di/dt പ്ലസ് കപ്പാസിറ്റൻസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VC is equal to സോഴ്സ് എന്ന് പറയുമ്പോൾ VN cos ωt. ഇനി രണ്ട് അൺനോൺസ് ആണ് നമുക്കിവിടെ ഉള്ളത്, ഐയും VCയും. സോ ഐക്ക് വേണ്ടി നമ്മൾ അടുത്ത ഒരു റിലേഷൻ, അതായത് കപ്പാസിറ്റൻസിലൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? I is equal to C into dVC/dt. അതിൻ്റെ കപ്പാസിറ്റൻസിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഇത്. സോ എന്ത് സംഭവിക്കും? ഈ ഐക്ക് പകരം നമ്മൾ, അതായത് ഇക്വേഷൻ 3.1 ഐക്ക് പകരം, അതായത് അവിടെ L/di/dt, ആ ഐക്ക് പകരം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഈ I is equal to C into dVC/dt എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്, താഴെ കാണിച്ചിരിക്കുന്നത്.
ദെൻ പിന്നെന്താണ്, okay, then for after the switch has cleared, the only path for the current is into the capacitor. The combination of these equation gives, അപ്പം സർക്യൂട്ട് എന്ത് സംഭവിക്കും, സ്വിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിന് പോകാനുള്ള ഓൺലി പാത്ത് ഏതാണ്, കപ്പാസിറ്റർ പാത്താണ്. സോ നമ്മൾ എന്താണ് ഈ സർക്യൂട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുന്നത്, അതായത് ഇവിടെ ഒരു എല്ലുണ്ട്, അത് വെച്ചിട്ട് എന്താണ് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എഴുതുന്നു, അതായത് ഓക്കെ. ദെൻ പിന്നെന്താണ്, ആ എൽ സി എന്ന് പറയുന്നത് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നു, അതാണ് കോമൺ ആയിട്ട് എടുത്തു, അതാണ് ആ സംഭവം. ആൻഡ് 3.3 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലും ഉണ്ട് സിയും ഉണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത സംഭവമാണ് 3.3യിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ after circuit breaker has completely cleared the fault, we would expect to see across its contacts the voltage of the supply. But at the moment of clearing moment is t is equal to 0, the voltage is the previous arc voltage which we had chosen to neglect. അപ്പോൾ ആ ടൈമിൽ എന്താണ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആർക്ക് വോൾട്ടേജ് ആയിരിക്കും. And the voltage cannot change discontinuously because capacitor C must be charged. Capacitor C എന്തായിരിക്കും, ചാർജ്ഡ് ആയിരിക്കും. And we would therefore expect that following current 0, a transient would be initiated whereby C is charged from the supply through the inductance. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇത് ക്ലിയർ ചെയ്യുന്ന ടൈമിൽ എന്താണ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ ഉള്ള നിൽക്കുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ട്രാൻസിയൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ അവർ ദ അനാലിസിസ് ഈസ് വെരി സിമിലർ ടു ദാറ്റ് 1/, ഇവിടെ ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കും, നമ്മൾ 1/LCക്ക് പകരം ω0² കൊടുക്കും. അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ ഈ 3.3 ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ലാപ്ലേസ് എടുക്കും. ലാപ്ലേസ് എടുക്കുമ്പോൾ d²/dt² പകരമാണ് അവിടെ s² എന്ന് പറയുന്നത്. ദെൻ VC(s) മൈനസ് s ഇൻറ്റു VC(0), അതിൻ്റെ ഇനിഷ്യൽ ടേം, ദെൻ അതിൻ്റെ d/dt പ്ലസ് എന്ത് തരും, VC(s) ഇൻറ്റു 1, സെക്കൻഡ് ടേമിൽ 1/LCക്ക് പകരം എന്താണ്, ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1/LC എന്ന് പറയുന്നത് ω0² ആണ്. സോ അതിന് പകരം ω0² ഇട്ടു. ദെൻ റൈറ്റ് സൈഡിലെ ടേം Vm/LC cos ωt ആണ്. അപ്പോൾ അതിൽ LCക്ക് പകരം ω0² ഇട്ടു. ദെൻ cos ωt ലാപ്ലേസ് എടുക്കുമ്പോൾ എന്ത് വരും, s/s² പ്ലസ് ω². അതായത് കോസിൻ്റെ ലാപ്ലേസ് എന്ന് പറയുമ്പോൾ s/s² പ്ലസ് ω² ആയിരിക്കും. ഇത് cos ωt ആണെങ്കിൽ s/s² പ്ലസ് ω², sin ωt ആണെങ്കിൽ ω/s² പ്ലസ് ω² ആയിരിക്കും. ഓക്കെ. ദെൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് രണ്ടാമത് 3.4ൽ കാണിച്ചിരിക്കുന്നത്. അതായത് അതിൽ നിന്ന് VC(s) മാത്രം കോമൺ ആയിട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടേംസ് എല്ലാം എന്തായി, 0 എന്നുള്ളത് നമ്മൾ പറയുവാണ്. ഇനിഷ്യൽ ടേംസ് 0 ആകുമ്പോൾ നമ്മുടെ തേർഡ് ടേം എന്ന് പറയുന്നത് VC(0) ആൻഡ് VC'(0) എന്ന് പറയുന്ന ആ ടേംസ് എന്തായിപ്പോവും, 0 ആയിപ്പോവും. ദെൻ ബാക്കി നമുക്ക് എന്താണ്, ആ ഫസ്റ്റ് ടേം VC(s) equal to ω0² Vm ഇൻറ്റു s/s² പ്ലസ് ω² ഇൻറ്റു s² പ്ലസ് ω0². അതിനകത്ത് ആ ഫസ്റ്റ് ടേമിൽ എന്താണ്, s/s² പ്ലസ് ω² ഇൻറ്റു s² പ്ലസ് ω0²നെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ. ദെൻ എന്താണ്, therefore VC(s) എന്താണ്, ആ ആ ടേമിന് പകരം എന്താണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ആ സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി അതിനെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ തിരിച്ച് ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുന്നു. ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കുമ്പോൾ എന്ത് വരും, ബാക്കി ഒമേഗ ടേംസിൽ അതുപോലെ കോൺസ്റ്റൻറ്റ്, ദെൻ Vm ടേംസും കോൺസ്റ്റൻറ്റ്. ആ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന s/s² പ്ലസ് ω² ഇൻവേഴ്സ് ലാപ്ലേസ് എന്നാണ് cos ωt മൈനസ് വീണ്ടും s/s² പ്ലസ് ω0² എന്നാണ് cos ω0t. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിക്കൽ റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. വോൾട്ടേജ് അപ്പിയറിങ് അക്രോസ് ദ സ്വിച്ച് കോണ്ടാക്ട്സ് ആഫ്റ്റർ കറണ്ട് 0 ആയതിനു ശേഷം സ്വിച്ച് കോണ്ടാക്ട്സിലുണ്ടാവുന്ന വോൾട്ടേജ്. ഓക്കെ. അതാണ് നമ്മൾ ട്രാൻസിയൻറ്റ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കറണ്ട് 0 ആയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ട്രാൻസിയൻ്റ് ആയിട്ടുണ്ടാവുന്ന ഒരു വോൾട്ടേജ്, അതാണ്
ആ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്കുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. നോക്ക്, ആ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ നോർമൽ സിസ്റ്റം വോൾട്ടേജാണ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡാർക്ക് ലൈൻ, അതായത് താഴെ കൂടെ പോകുന്നത് ഫോൾട്ട് കറണ്ട് എന്ന് പറയും. അപ്പോൾ ഫോൾട്ട് കറണ്ട് 0 ആയ ആ ഇൻസ്റ്റൻറ്റിലാണ് എന്ത് സംഭവിച്ചത്? ട്രാൻസിയൻറ്റ് റിക്കവറി വോൾട്ടേജ് അവിടെ ക്രിയേറ്റഡ് ആയത്. സിസ്റ്റം വോൾട്ടേജിൻ്റെ ആ സെയിം പാത്തിൽ ട്രാൻസിയൻറ്റ് റിക്കവറി വോൾട്ടേജ് VC അവിടെ ക്രിയേറ്റഡ് ആയി. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഫോൾട്ട് കറണ്ട് 0 ആണ് ആ പോയിന്റിൽ. സോ ആ ടൈമിൽ നമുക്ക് എന്താണ് ട്രാൻസിയൻറ്റ് റിക്കവറി വോൾട്ടേജ് അവിടെ ഉണ്ടായി. അപ്പോൾ ഈ ട്രാൻസിയൻറ്റ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൈമിലേക്കായിരിക്കും, മൈക്രോ സെക്കൻഡ്സ് ടൈമിലേക്ക് മാത്രമേ കാണത്തുള്ളൂ. ദെൻ അത് ബാക്ക് ടു സിസ്റ്റം വോൾട്ടേജ്, നോർമൽ വോൾട്ടേജിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ട്രാൻസിയൻറ്റ് റിക്കവറി ആഫ്റ്റർ ദ ഫോൾട്ട് ക്ലിയറൻസ്. ഓക്കെ, അതാണ് നമ്മുടെ ട്രാൻസിയൻറ്റ് ഇനിഷ്യേറ്റഡ് ബൈ ദ റിമൂവൽ ഓഫ് ഷോർട്ട് സർക്യൂട്ട്. അതായത് ഫോൾട്ട് ക്ലിയറൻസിന് ശേഷം അവിടെ ഉണ്ടാകുന്ന റിക്കവറി ട്രാൻസിയൻറ്റ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ.